ഈ മുട്ടയായിട്ട് എന്താ പരിപാടി? ഇവനിനി ചില്ലറക്കാരനൊന്നും അല്ലല്ലോടാ. ഇവൻ ഈ സംസ്ഥാന അതിർത്തി കടത്ത് ഇങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുവരണമെങ്കിൽ പ്രവേശന ഫീസ് പോലും കൊടുക്കണം. അതിൻ്റെ ലെവലേ അങ്ങ് മാറിപ്പോയില്ലേ, സമ്മതിക്കണം. അപ്പോൾ അതാണ് കാര്യം. മുട്ടയ്ക്കിന് സംസ്ഥാന അതിർത്തി കടക്കണമെങ്കിൽ എൻട്രി ഫീസ് കൊടുക്കണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവനങ്ങൾക്കാണ് നിരക്കുകൾ കൂട്ടിയത്. മറ്റിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മുട്ടയുടെ പ്രവേശന നികുതി ഒരെണ്ണത്തിന് 2 പൈസയാണ് വർദ്ധിപ്പിച്ചത്. സംസ്ഥാന അതിർത്തിയിൽ മുട്ടയുമായി എത്തിയ ലോറികൾ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. കിട്ടിയിട്ടില്ല. 2 പൈസ കൊടുക്കേണ്ടി വന്നാൽ അത് ജനങ്ങളെ ബാധിക്കും, സാധാരണക്കാരെ ബാധിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് സഹിക്കും, പിന്നെ അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇതിലായിക്കോളും. നിലവിൽ മുട്ടയ്ക്ക് ഫീസില്ലായിരുന്നു. ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കന്നുകാലികൾക്കൊന്നിന് 25 രൂപ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഈടാക്കിയിരുന്നിടത്ത് 27 രൂപയാക്കി. ആട്, ചെമ്മരിയാട്, പന്നി എന്നിവയ്ക്ക് 15 രൂപയിൽ നിന്ന് 16 രൂപയുമാക്കി. ഇതിനു പുറമെ പ്രവേശന ഫീസ് ഓരോ മൃഗത്തിനും 50 രൂപ ഈടാക്കിയിരുന്നത് ഇനി മുതൽ 53 രൂപയാണ്. കോഴി, താറാവ്, കാട തുടങ്ങിയ പക്ഷിയിനങ്ങൾക്ക് 1 രൂപയായിരുന്നത് 5 പൈസ കൂടി വർദ്ധിപ്പിച്ചു. അതായത് ഈ വർധനവ് ഏറ്റവും ഒടുവിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ മേലാണ്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.